ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 59 വേണുഗാനവർണ്ണനം. ശ്ലോകം 9. പ്രത്യഹം ച പുനരിത്തമങ്കനാശ്ചിത്തയോനിജനിതാദനുഗ്രഹാത് ബദ്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യമാപുരിഹ കൃത്യമൂഢതാം. ഈ ശ്ലോകം പിരിച്ചിട്ട് അതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പ്രത്യഹം ച പുനർ ഇത്തം അങ്കനാ ചിത്തയോനി ജനിതാത് അനുഗ്രഹാത് ബദ്ധരാഗ വിവശാ സ്ത്വയി പ്രഭോ നിത്യം ആപുർ ഇഹ കൃത്യമൂഢതാം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പ്രഭോ നാഥ, പുനഃ പിന്നെയും, പ്രത്യഹം പതിവായി, അങ്കന ഗോപസ്ത്രീകൾ, ചിത്തയോനിജനിതാത് കാമപീഡയിൽ നിന്നുണ്ടായ, അനുഗ്രഹാത് അനുഗ്രഹം കാരണം, ഇത്തം ഇങ്ങനെ, ത്വയി അങ്ങിൽ, ബദ്ധരാഗവിവശ ഉറച്ച അനുരാഗത്താൽ തളർന്ന്, ഇഹ ഈ ലോകത്തിൽ, കൃത്യമൂഢതാം ചെയ്യേണ്ടതു ചെയ്യാനാവാതെ, നിത്യം എന്നും, ആപു പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. പ്രത്യഹം ച പുനരിത്തം, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അങ്കനാശ്ചിത്തയോനിജനിതാദനുഗ്രഹാത്, പുനരിത്തമങ്കനാശ്ചിത്ത നമ്മൾ ചേർത്ത് ചൊല്ലുമ്പോൾ ശ്ചി എന്ന് വരും. ചിത്തയോനി ജനിതാദനുഗ്രഹാത് എന്നാണ് നമ്മൾ ചേർത്ത് ചൊല്ലുമ്പോൾ എന്നും കൂടി വരും. ശ്ചിത്ത. അങ്ങനെ ബദ്ധരാഗവിവശാസ്ത്വയി, ബദ്ധ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. പ്രഭോ എന്നുള്ളതിൻ്റെ ഭോ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. നിത്യമാപുരിഹ കൃത്യമൂഢത, മൂഢ നന്നായിട്ട് ഊന്നി പറയണം. ഠ എന്നുള്ള അക്ഷരം. അങ്ങനെ നിർത്താം. പ്രത്യഹം ച പുനരിത്തമങ്കനാശ്ചിത്തയോനിജനിതാദനുഗ്രഹാത് ബദ്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യമാപുരിഹ കൃത്യമൂഢതാം. അടുത്തത് 10ാമത്തെ ശ്ലോകം. രാഗസ്താവജ്ജായതേഹി സ്വഭാവാൻ മോക്ഷോപായോ യജ്ഞതഃ സ്യാന്ന വാ സ്യാത് താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ. നമുക്ക് ഈ ശ്ലോകം പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. രാഗസ്താവത് ജായതേ ഹി സ്വഭാവാത് മോക്ഷോപായോ യജ്ഞതഃ സ്യാത് ന വാ സ്യാത് താസാം ത്വേകം തത് ദ്വയം ലബ്ധം ആസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. രാഗസ്താവത് അനുരാഗം, സ്വഭാവാത് സ്വാഭാവികതയിൽ നിന്നു തന്നെ, ജായതേഹി ഉണ്ടാകുന്നതാണല്ലോ, മോക്ഷോപായം മോക്ഷത്തിനുള്ള വഴി, യജ്ഞത പ്രയത്നത്താൽ, സ്യാത് ഉണ്ടാകാം, ന വാ സ്യാത് ഉണ്ടായില്ലെന്നും വരാം, താസാം തു അവർക്കാകട്ടെ, തത് ദ്വയം അതു രണ്ടും, ഏകം ഒന്നായി തന്നെ, ലബ്ധമാസീത് ലഭിച്ചു, ഭാഗ്യം ഭാഗ്യം ഭാഗ്യാതിരേകം തന്നെ, മാരുദേശ ഗുരുവായൂരപ്പ, മാം പാഹി എന്നെ രക്ഷിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. രാഗസ്താവത് ജായതേ ചേർത്തിട്ട് രാഗസ്താവജ്ജായതേ, ജായതേ 2 ജ എന്ന് വേണം ചേർത്ത് ചൊല്ലുമ്പോൾ. രാഗസ്താവത് ജായതേ ചേർത്ത് ചൊല്ലുമ്പോൾ ജ എന്ന് 2 വേണം. രാഗസ്താവജ്ജായതേ ഹി സ്വഭാവാത് മോക്ഷോപായോ ചേർത്ത് ചൊല്ലുമ്പോൾ സ്വഭാവാൻ മോക്ഷോപായോ, സ്വഭാവ എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. മോക്ഷോപായോ എന്നുള്ളതിൻ്റെ
മോക്ഷ എന്നുള്ള ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. യത്നത ന ത് ന യത്നത അവിടെ വിസർഗമുണ്ട്. സ്യാദ് വാ സ്യാദ് ചേർത്തിട്ട് സ്യാന്ന വാ സ്യാദ്. താസാം ത്വേകം തദ് ദ്വയം ചേർത്തിട്ടാണ് രണ്ട് ദ്ന്ന് തദ്വയം മെല്ലെ നൂന്നി പറയണം. ലബ്ധമാസീത് ലബ്ധം ആസീത് ചേർത്തിട്ട് ലബ്ധമാസീത്. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബ എന്നുള്ളതിൻ്റെ അടിയിലുള്ള ഥാന്ന് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഊന്നി പറയണത്. ലബ്ധമാസീത്. ഭാഗ്യം ഭാഗ്യം രണ്ട് ഭാന്നും നന്നായിട്ട് ഊന്നി പറയണം. പാഹിമാം മാരുദേശ അങ്ങനെ നിർത്താം. രാഗസ്താവജ്ജായതേഹി സ്വഭാവാൻ മോക്ഷോപായോ യത്നതഃ സ്യാന്ന വാ സ്യാദ്. താസാം ത്വേകം തദ്വയം ലബ്ധമാസീത്. ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുദേശ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.